ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വർഷ രേവതിയോട് പറയുന്നുണ്ടല്ലോ, ചന്ദ്ര വർഷയോട് ചൂടാവുകയോ ചീത്ത പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വർഷ ചട്ടകം ചൂടാക്കി ചന്ദ്രയുടെ മുതുകത്ത് എക്സ് പോലൊരു പാട് മാർക്ക് ചെയ്യുമെന്നാണ് നമ്മുടെ വർഷ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ രേവതിയൊക്കെ ചിരിക്കുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന ചന്ദ്രക്ക് അതൊക്കെ കേട്ട് ദേഷ്യവും പേടിയും എല്ലാം കൂടി വരുവാണേ. എന്നിട്ട് ചന്ദ്ര ഒന്നും അറിയാത്ത പോലെ നമ്മുടെ അടുക്കളയിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആ ആൻറ്റി വാ വാ, ഞാൻ ആൻറ്റിയെ പറ്റി ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, ആണോ എന്താ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ടേ, അത് വെറുതെ ഞങ്ങൾ തമാശക്ക്, ശരി ശരി എനിക്ക് പണിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്നും പോകുന്നുണ്ട്. രേവതിയുടെ പണി നോക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര നമ്മുടെ തനി സ്വഭാവം പുറത്തെടുക്കുവാണ്. ഇടി രേവതി, എന്താടി നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. നീ എന്താടി എന്നെ വർഷനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുവാണോ? അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ ചൂടായ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ എൻ്റെ മുതുകത്ത് ചട്ടകം പൊള്ളിച്ച് വെക്കുന്നു, അതും എക്സ് പോലെ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ അത് വർഷ വെറുതെ തമാശക്ക്, പിന്നെ അമ്മായിയമ്മയുടെ മുതുകത്ത് ചട്ടകം വെക്കുമെന്ന് പറയുന്നതാണല്ലോ തമാശ. നിൻ്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. നീ ഞങ്ങളുടെ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നോക്കുവല്ലേടി, ഞങ്ങളെ തമ്മിൽ തല്ല് പിടിപ്പിക്കാൻ നോക്കുവല്ലേടി എന്നൊക്കെ രേവതിയോട് ചൂടാവുകയാണ് ചന്ദ്ര. വർഷയോട് ചൂടാവാൻ പറ്റില്ലല്ലോ, വർഷ പണക്കാരൻ്റെ വീട്ടിലെ മോളല്ലേ. അതുകൊണ്ട് ആ ദേഷ്യമൊക്കെ നമ്മുടെ രേവതിയോട് തീർക്കുവാണ്. ഇപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ വെറുതെ തമാശക്ക് ഓരോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതാന്ന് പറയുമ്പോഴേക്കും നിനക്കിത്തിരി അഹങ്കാരം കൂടി വരുന്നുണ്ട് രേവതി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോകുവാണ്. രേവതി അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഈ അമ്മ എന്തൊക്കെയായി പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് ആൻ്റണിയുടെ ഓഫീസിലോട്ട് ശ്രുതിയും മീരയും കൂടി വരുവാണേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ആ ഇതാരും ശ്രുതിയോ, വാ വാ ഇരിക്കെ, എന്താ പൈസക്ക് വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഇല്ല ആൻ്റണി, ഞങ്ങൾ പൈസക്ക് വേണ്ടി വന്നതല്ല, ഞങ്ങൾക്ക് ആൻ്റണിയുടെ ഒരു സഹായം വേണമെന്ന് പറയുവാണേ. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, എന്ത് സഹായം? അത് പിന്നെ ഒരാൾ കുറേ നാളായി എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അവൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ പൈസ പലിശക്ക് കൊടുക്കുന്ന ആളാണ്, അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്യുന്ന ആളല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ആൻ്റണി നിന്നെപ്പറ്റി ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നിനക്ക് ഗുണ്ടാപ്പണി ഉണ്ടെന്നും ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആൻ്റണി ചേട്ടനെ പറ്റി എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം അറിയാം, ശരി ശരി, ആരാ നിങ്ങളെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുത്ത് നവീൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ഈ ഫോട്ടോ സൂം ചെയ്തൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവനെ കണ്ടാൽ നിങ്ങൾ പറയുന്ന പോലെയൊന്നും തോന്നില്ലല്ലോ, ഒരു IT കമ്പനി മാനേജറെ പോലെയുണ്ട്, ഹൈടെക് നല്ല പഠിച്ചൊരാളെ പോലെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മീര പറയും, ആ ശരിയാ, അവൻ ഹൈടെക് ഒരു പൊറുക്കി നല്ല ഒന്നാം തരം ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളാണെന്നാണ് മീര പറയുന്നത്. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, അല്ല ഇവൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് ആൻ്റണി ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ. അപ്പോൾ പറയും, അതെന്തിനാ ആൻ്റണി അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്തെങ്കിലും കാര്യമില്ലാതെ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലല്ലോ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, നിങ്ങളെപ്പറ്റി എന്തോ ഒരു കാര്യം ഇവൻ അറിയാം, അതാ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് ആൻ്റണിയുടെ അടുത്ത്, ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ നിനക്ക് തരണം എന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയാനായിരുന്നു, നിൻ്റെ അടുത്തോട്ട് വരില്ല, ഒരുമാതിരി പോലീസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടിരിക്കുക, ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങോട്ട് മേടിക്കുവാണേ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇത്രയും ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇല്ല ഇല്ല, ഒന്നുമില്ലെങ്കിലും നിങ്ങളെൻ്റെ കസ്റ്റമർ അല്ലേ, നിങ്ങളെ ഒരാൾ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അവസാനിപ്പിച്ച് തന്നോളാം, ഇവൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ എന്താണെന്നൊക്കെ ചോദിക്കുക ആൻ്റണി. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെന്താ ഞങ്ങൾ കൊല്ലണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, കൊല്ലേന്നും വേണ്ട, അവനെ ഒന്ന് വിരട്ടിയാൽ മതി, ഇനി ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റാത്ത വിധം വിരട്ടണം, അത് മാത്രമല്ല ഇനി അവൻ എന്നെ ശല്യപ്പെടുത്തരുത്, ഇത് ചെയ്തത് ഞാനാണെന്ന് അറിയാനും പാടില്ല, വേണമെങ്കിൽ 2-3 ഇടിയും കൂടി കൊടുത്തെന്ന് ശ്രുതി പറയുക, പക്ഷെ കൊല്ലരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചെയ്തത് ശ്രുതിയാണെന്നും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ശരി ശരി, നിങ്ങളാണിത് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇക്കാര്യം ചെയ്യാൻ ആൻ്റണിയുടെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയും, ഏയ് കാശൊന്നും വേണ്ട, ഒരു ഹെൽപ്പായിട്ടല്ലേ ഒരു ഹെൽപ്പ് ചോദിച്ചല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇത് ഞാൻ തന്നെ ചെയ്തോളാം, അവൻ ഒരു ശല്യം ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കത്തില്ല, പൈസയൊന്നും വേണ്ടെന്ന് ആൻ്റണി പറയുകയാണ്. അപ്പോൾ ഇവർ ശ്രുതിയും മീരയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ആൻ്റണിയുടെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ആൻ്റണി ചേട്ടാ എന്താ അവരുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മേടിക്കാത്തതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഈ ശ്രുതിയില്ലേ, ആ സച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യ ശരത്ത്, ഇനി നമ്മൾ പറയുന്നതൊന്നും കേൾക്കുമെന്നൊന്നും തോന്നുന്നില്ല,
ആ സച്ചിയെ ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഇനി ഞാൻ ഈ ശ്രുതിയെ വെച്ചിട്ടായിരിക്കും സച്ചിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത്. നീ നോക്കിക്കോ എന്നൊക്കെ പറയുവാണ് ആൻ്റണി. അപ്പോഴേക്കും ശ്രുതി നവീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ആൻ്റണിക്ക്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നീ ഇവനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ഓഫീസിലോട്ട് നവീനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ ഓഫീസിൽ വരാൻ പറയണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ ആൻ്റണി ചേട്ടാ, ഞാൻ ഇപ്പം തന്നെ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറയുവാണ്. അങ്ങനെ നവീൻ നമ്മുടെ ആൻ്റണിയുടെ ഓഫീസിലോട്ട് വരുവാണേ. അപ്പോൾ പുറത്ത് ആൻ്റണിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നവീൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആൻ്റണി എന്ന് പറഞ്ഞത് ആരാ? എന്നോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ടേക്ക് എളുപ്പം വാന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഈ ആൻ്റണി ആരാന്ന് ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാരൻ പറയും, ആ ആൻ്റണി ഞങ്ങളുടെ ചേട്ടനാ, കുറേ നേരമായി തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അകത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് നവീനെയും കുട്ടി ഓഫീസിൻ്റെ ഉള്ളിലോട്ട് പോകുവാണേ. അപ്പോൾ അവിടെ ആൻ്റണി ഇരിപ്പുണ്ടാവും. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ, ദേ നമ്മളെ വിളിച്ച ആൾ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ആൻ്റണി? അപ്പോൾ ആൻ്റണി പറയും, അല്ല, എന്താ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ്, എന്തോ പൈസയുടെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഫൈനാൻസറാണോ? എനിക്ക് കാശ് തരാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയും, ഉണ്ട്. ഞാനും കല്യാണമായിട്ട് കുറേ പൈസക്ക് ആവശ്യമായിട്ടിരിക്കുമായിരുന്നു. കുറേ ആളുകളെ പരിചയമുള്ളത് എനിക്കും അറിയാം, ഞാൻ അവർക്കൊക്കെ പലിശക്ക് കൊടുക്കാം എന്നൊക്കെ നവീൻ പറയുവാണേ. അപ്പോൾ തരാനുള്ളത് താന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും, ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പോയിട്ട് നമ്മുടെ നവീനിട്ട് കുറേ ഇടി അങ്ങോട്ട് ഇടിക്കുവാണേ. അപ്പോൾ നവീൻ പറയും, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? നീ എന്താടാ വലിയ റൗഡിയാണോ എന്ന് ആൻ്റണി ചോദിക്കുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, റൗഡിയോ? ഞാൻ പഠിച്ച ഒരാളാ, എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്, എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു ഒരു റൗഡി ആയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, പഠിച്ച ആളായിട്ടാണോടാ നീ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ അടി വീണ്ടും ഇടിക്കുന്നുണ്ട്. അപ്പോൾ നവീൻ പറയും, നിങ്ങൾക്ക് ആൾ മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ആളൊന്നും മാറിയിട്ടില്ല, നീ എന്താടാ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണ് ആൻ്റണി നവീനെ. അപ്പം നവീൻ പറയുന്നുണ്ട്, നിർത്ത്, ബ്ലാക്ക് മെയിലോ? ഞാൻ എന്തിനാ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയാൻ പാടില്ല, നിങ്ങളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയി എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല, നീ തന്നെയാണ് നവീൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആളുകളെ പേടിപ്പിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, ഞാൻ പേടിപ്പിക്കാനോ? നിങ്ങളൊന്ന് പോയി എന്ന് പറഞ്ഞ് ആൻ്റണി തല്ലിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നവീൻ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവരെ ഉന്തിയിട്ട് പുറത്തോട്ട് ഓടി രക്ഷപ്പെടുവാണ്. ബൈക്കെടുത്ത് ഇവർ ആൻ്റണിയും കൂട്ടുകാരനും പുറകെ ഓടുന്നുണ്ടെങ്കിലും നവീൻ സ്പീഡിൽ ബൈക്ക് എടുത്ത് ഓടുവാണ്. ആൻ്റണിയും കൂട്ടുകാരനും കൂടി ബൈക്കിൽ ഈ നവീനെ ഫോളോ ചെയ്യുവാണ്. നവീനാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ നോക്കി ബൈക്ക് ഓടിച്ചിങ്ങനെ പോകുമ്പോഴേക്കും ആൻ്റണിയും കൂട്ടുകാരനും തൊട്ട് പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് നവീൻ ഇങ്ങനെ ശ്രദ്ധയില്ലല്ലോ വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മുമ്മയെ ഇടിച്ചിടുവാണ് നവീൻ. അപ്പോൾ നമ്മുടെ സച്ചിയും ആ ഈച്ചയും കൂടി ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ടാവുകയും അവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പൂക്കടയ്ക്ക് രേവതിൽ പൂക്കടയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വരുമായിരിക്കും. അപ്പോഴേക്കും നോക്കുമ്പോൾ നവീൻ ഇങ്ങനെ ഒരു അമ്മുമ്മേനെ ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോകുന്നു. അമ്മുമ്മ പാവം അവിടെ കിടക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, എടാ നീ അമ്മുമ്മ എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും, അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ സച്ചി നവീനെ ഫോളോ ചെയ്യുവാണ് നവീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻ്റണിയും കൂട്ടുകാരനും കൂടി ഇത് കാണുന്നുണ്ട്, പക്ഷെ അവരും ഫോളോ ചെയ്യുന്നുണ്ട് നവീനെ. അങ്ങനെ സച്ചിയും ആൻ്റണിയും കൂടി നവീനെ ഫോളോ ചെയ്ത് നവീൻ മുമ്പിൽ ഇങ്ങനെ സ്പീഡിൽ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പുറകിൽ ഓടിച്ച് പോവാണ്. സച്ചി ആൻ്റണി ബാക്കിൽ വരുന്നൊന്നും കണ്ടിട്ടില്ലേ, സച്ചിയാണ് ഫ്രണ്ടിൽ നവീൻ്റെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോകുന്നത്. എന്നിട്ട് ഒരു റോഡ് എത്തുമ്പോഴേക്കും സച്ചി നവീനെ ഓവർടേക്ക് ചെയ്തിട്ട് ബൈക്ക് ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് നവീൻ ആ ബൈക്കിൽ നിന്ന് വലിച്ചെടുത്ത് കുറേ അടി അടിക്കുവാണ്. എന്താണ് നിനക്ക് കണ്ണ് കാണുന്നില്ലേടാ, പ്രായമുള്ള ഒരു അമ്മമ്മയെ ഇടിച്ചിടുവാണോ, ഇങ്ങനെയാണോ ബൈക്ക് ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അടിക്കുന്നുണ്ട് നവീനെ. നവീനപ്പോൾ പറയുന്നുണ്ട്, സാർ സോറി സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി അതൊന്നും കേൾക്കുന്നില്ല. എന്ത് കാര്യമാടാ, ഒരു അമ്മമ്മയെ വണ്ടി അടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്നു, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ, മനസാക്ഷി ഇല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഒരുപാട് അടിക്കുവാണ് നവീനെ. അപ്പോൾ ആൻ്റണിയും കൂട്ടുകാരനും ഇത് അവിടെ നിന്ന് മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ സച്ചി എന്തിനാ ഇവനിങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട ജോലിയാ ഈ സച്ചി ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നിൽക്കടാ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഒളിച്ചു നിന്നിട്ട് ഈ സച്ചിയും നവീനും കൂടി ഇടിപിടിക്കുന്നത് കാണുവാണേ. അപ്പോൾ നവീൻ ഒരുപാട് സോറി പറയുന്നുണ്ട്, സാർ ഞാൻ അറിയാതെ ചെയ്താണ് സാർ, വിട്ടേക്കെന്ന് പറയുമ്പോഴും സച്ചി വിടുന്നില്ല, ഇങ്ങനെ നല്ല ഇടി അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും അവിടെ ഒരു പോലീസ് ജീപ്പ് വരുവാണ്. ഇവരുടെ തല്ലുപിടുത്തം കാണുമ്പോഴേക്കും പോലീസ് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുവാണ്. പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, നിങ്ങൾ എന്തിനാ തല്ലുപിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, സാർ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് പ്രായമായ ഒരു അമ്മുമ്മേനെ ഇടിച്ചിട്ടിരിക്കുന്നു, എന്നിട്ട് വണ്ടി നിർത്താതെ ഇവൻ ഓടി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ വേറൊരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാർ ഇതിപ്പോൾ ഒരു നമുക്കൊരു ഇത് വന്നില്ലായിരുന്നോ, ഒരു പ്രായമായ അമ്മമ്മക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആ കേസാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് സാർ, ഓവർ സ്പീഡായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണേ. അപ്പോൾ തല്ലിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും, അല്ല നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ,
നീ ഇതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ അറിയാവോന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ആ ഇവൻ ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി കയറിയിട്ടുണ്ട്, പെണ്ണുങ്ങളെ പറ്റി വളരെ മോശമായിട്ട് ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ ഇവനെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, അതിനുശേഷം ഇവൻ എന്ത് ആക്സിഡൻ്റ് ആയിട്ട് കോമയിലാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്, ഇപ്പോൾ ബോധം വന്നപ്പോൾ വീണ്ടും നീ പണി തുടങ്ങിയോടാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കാൻ പോകുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, നിർത്ത് മതി മതി. സച്ചി പറയുന്നുണ്ട്, സാർ ഇവനെ പിടിച്ച് ജയിലിലിട് സാർ, ഇവനൊന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ, ഞാൻ വേണമെന്ന് വെച്ചിട്ടില്ല, എന്നെ ഒരാൾ ഫോളോ ചെയ്ത് ആക്രമിക്കാൻ വരുമായിരുന്നു, അപ്പം ഞാൻ രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ നീ ഒന്നും പറയണ്ട, വണ്ടിയിലോട്ട് കയറടാന്ന് പറഞ്ഞ് പോലീസ് നവീനെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റുവാണേ. അപ്പോൾ ആൻ്റണിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എന്താ ആൻ്റണി ചേട്ടാ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നല്ല കാര്യമല്ലേടാ അതെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് പോലീസ് നവീനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ ആൻ്റണി എടുക്കുവാണേ. സച്ചിയോട് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് പോലീസും പോകുന്നുണ്ട്, സച്ചിയും വണ്ടി എടുത്തിട്ട് സച്ചിയും പോകുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പന്തിർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.